നമസ്കാരം. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സംസ്ഥാനത്ത് വ്യാപക മഴയാണ്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഇതടക്കമുള്ള വാർത്തകളുണ്ട്. വിശദമായ റിപ്പോർട്ടുകൾ. ആദ്യം പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് അയവില്ല. ഇറാനിൽ 20 കുട്ടികൾ ഉൾപ്പെടെ 80 പേർ ഇതുവരെ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ലോകത്തിലെ വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നായ ഇറാനിലെ പാർസ് റിഫൈനറി ഇസ്രായേൽ ആക്രമിച്ചു. ടെഹ്റാനിലെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനം ആക്രമിക്കാൻ ഇസ്രായേൽ ലക്ഷ്യമിട്ടതായി വിവരമുണ്ട്. ഇസ്രായേലിലെ ഹൈഫയിലേക്കും തമ്രയിലേക്കും ഇറാൻ പ്രത്യാക്രമണം നടത്തി. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നിപ്പോൾ മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളുമായി ചേരുന്നത്. മധു, അങ്ങനെ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണല്ലോ. എങ്ങനെയാണ് സ്ഥിതിഗതികളെ അമേരിക്ക ഉൾപ്പെടെ വിലയിരുത്തുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ മധു? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. ഇസ്രയേലും ഇറാനും ഞായറാഴ്ച രാത്രി മുതൽ പുതിയ ആക്രമണങ്ങൾ പരസ്പരം അഴിച്ചുവിട്ടിരിക്കുകയാണ്. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ആക്രമിച്ചുകൊണ്ട് ഇസ്രായേൽ ഇറാനെതിരെ ഒരു അപ്രതീക്ഷിത ആക്രമണം തന്നെ നടത്തിയിരിക്കുകയാണ്. ലോകത്തിലെ വലിയ എണ്ണപ്പാടങ്ങളിലൊന്നായ ഇറാനിലെ പാഴ്സ് റിഫൈനറി ആണ് ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത്. അതുപോലെ ഇറാനിൽ 20 കുട്ടികൾ ഉൾപ്പെടെ 80 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇസ്രായേലിലെ ഹൈഫയിലേക്കും അതുപോലെ തമ്രയിലേക്കും ഇറാൻ പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3 ആയിട്ടുണ്ടെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇസ്രായേലിന്റെ ഈ ബോംബാക്രമണം തടയുവാനുള്ള ഏക മാർഗമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന ആണവ ചർച്ചകൾ ഇപ്പോൾ ഇറാൻ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതേസമയം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോൾ നടക്കുന്ന ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഒന്നുമല്ലെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ടെഹ്റാനിലെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനം ആക്രമിക്കുവാനും ഇസ്രായേൽ ലക്ഷ്യമിട്ടതായിട്ടുള്ള വിവരങ്ങളും വരുന്നുണ്ട്. ടെഹ്റാനിലെ ഷഹ്റൻ എണ്ണ സംഭരണശാല ഇസ്രായേൽ ആക്രമണത്തിന് ഇരയായെങ്കിലും ഈ സ്ഥിതിഗതികളൊക്കെ നിയന്ത്രണത്തിലാണെന്നാണ് ഇറാൻ പറയുന്നത്. ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ഈ സംഘർഷം തണുപ്പിക്കുവാനുള്ള ചർച്ചകൾ നടത്തുകയുണ്ടായി. ഉന്മേഷ്, ക്രിസ്റ്റീന. മധു, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് ഇന്നലെ ആക്രമിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കപ്പെടുക, എണ്ണ വിതരണം തടസ്സപ്പെടുക, അത് ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഏത് തരത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും നടത്തുക? കഴിഞ്ഞ ദിവസം ട്രംപ് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിരുന്നല്ലോ. ട്രംപുമായി ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും G7 ഉച്ചകോടിയിൽ ചർച്ചകൾ നടത്തുമെന്ന വാർത്തകളും വരുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, അമേരിക്കയിൽ ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തിന്റെ 250-ാം വാർഷികം സംബന്ധിച്ചുള്ള മിലിറ്ററി പരേഡ് വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വാഷിംഗ്ടൺ DC-യിൽ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇസ്രായേൽ വളരെ കൃത്യമായ ഒരു പ്ലാനോട് കൂടിയുള്ള ഒരു ആക്രമണമാണ് നടത്തുന്നതെന്നാണ് ഈ എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചതും അതുപോലെ ഈ ന്യൂക്ലിയർ പ്ലാന്റുകൾ ആക്രമിക്കുമ്പോഴും ഒക്കെ അറിയാം. തന്നെയല്ല, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന നമ്മൾ ഇതോടെ ചേർത്ത് വായിക്കണം. വരും ദിവസങ്ങളിൽ ഇസ്രായേൽ എന്തൊക്കെയോ പ്ലാൻ ഇടുന്നുണ്ട്. അത് ഒരുപക്ഷെ ലോക സമാധാനത്തിന് അത്ര നല്ലതല്ല എന്നുള്ള വിലയിരുത്തലായിരിക്കണം. കാരണം ഇത് വലിയ തോതിൽ പോയി കഴിഞ്ഞാൽ ആണവായുധങ്ങൾ ഇസ്രായേലിന്റെ കയ്യിലും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇറാന്റെ കയ്യിലും ഏതാണ്ട് ഒരു ആണവ ബോംബിലേക്ക് അവർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘർഷം എത്രയും പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരിക്കും ഈ രണ്ട് രാജ്യങ്ങൾക്കല്ല, ഈ ലോകത്തിന് മൊത്തവും നല്ലത്. ക്രിസ്റ്റീന. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാറും തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളിയും കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദും ചേരുന്നു. ആദ്യം സമീർ സി മുഹമ്മദിലേക്കാണ് പോകുന്നത്. സമീർ, ഗുഡ് മോർണിംഗ്. വടക്കൻ കേരളത്തിൽ വലിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന ഒരു പ്രവചനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഉയർന്ന തിരമാലയ്ക്കൊക്കെയുള്ള സാധ്യതകളും പ്രവചിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. വിവരങ്ങൾ.
കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദാണ് ചേരുന്നത്. സമീർ, വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത കഴിഞ്ഞ ദിവസം തന്നെ പ്രവചിക്കപ്പെട്ടതാണ്. വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. മലബാറിലും വലിയ രീതിയിലുള്ള മഴ തന്നെയാണ് തുടരുന്നത്. പ്രധാനമായും വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട് കൂടി പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അപ്രകാരം തന്നെ ശക്തമായ മഴ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ മലയോര മേഖലയും അതുപോലെ തന്നെ തീരമേഖലയും ഉള്ള ജില്ലയാണ്. അത്തരത്തിൽ ഈ രണ്ട് മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറ്റ്യാടി മേഖലയിലും അതുപോലെ തന്നെ കൊയിലാണ്ടി മേഖലയിലും വലിയ രീതിയിലുള്ള മഴ തുടരുകയാണ്. അതിൽ കൊയിലാണ്ടി മേഖലയിൽ ഒരു വീട് ഇപ്പോൾ തകർന്നിരിക്കുന്നു. ശ്രീജ എന്നിവരുടെ വീടാണ് തകർന്നിരിക്കുന്നത്. ആ വീട്ടുകാരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യതയും അപ്പോൾ തന്നെ മലയിടിച്ചിലും മണ്ണിടിച്ചിലും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഹൈഡൽ ടൂറിസം കേന്ദ്രങ്ങൾക്കുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് കൂടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നു. അതിൽ തീരമേഖല അതുപോലെ തന്നെ ബീച്ചുകൾ കൂടാതെ വെള്ളച്ചാട്ടങ്ങൾ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇത്തരം മേഖലകൾ പ്രവർത്തിക്കരുത് എന്നുള്ള കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നൽകിയിരിക്കുന്നത്. കൂടാതെയാണ് ജില്ലയിലുള്ള ഖനന പ്രവർത്തനങ്ങൾക്കും ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാറമടകൾ, മറ്റ് ഖനന പ്രവർത്തനങ്ങൾ, മണ്ണെടുക്കുന്നത്, അതുപോലെ മണൽ എടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ തീരമേഖലയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ട്രോളിംഗ് നിരോധനത്തിന്റെ കാലമാണ്. എന്നാൽ ചെറുവഞ്ചികളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിക്കുന്നുണ്ട്, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. ഇത്തരം ഒരു മോശം കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ അതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജാഗ്രത പാലിക്കണം എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത്. മറ്റു തരത്തിലുള്ള വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്നു. മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. നാശനഷ്ടത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നു, അപകടങ്ങൾക്കുള്ള സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലുള്ളവരും തീരമേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. ക്രിസ്റ്റിന, ഉന്മേഷ്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മേഘന മുരളി ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുള്ള ദിവസമാണ്. എങ്ങനെയാണ് സംസ്ഥാനത്തെ പൊതുവിൽ സാഹചര്യം? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ? മേഘന. പ്രധാനമായും ഇന്നും സംസ്ഥാനത്തുടനീളം അതിതീവ്ര മഴയ്ക്കുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതിൽ ഇന്നലെ തന്നെ സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും ഇടപെട്ട് മഴ പെയ്തിരുന്നു. ശക്തമായ അതിതീവ്ര മഴ തന്നെ ലഭിച്ചിരുന്നു. അതിൽ പല ജില്ലകളിലും മഴക്കെടുതികളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ചും ഇപ്പോൾ 5 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് 5 ജില്ലകളിലാണ്. ബാക്കി 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അതിൽ പ്രധാനമായും ഇനി വരുന്ന ദിവസങ്ങളിൽ ജൂൺ 18 വരെ മഴ തുടരും. ഇതേപോലെ തന്നെ ഇതേ ശക്തിയിൽ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. തീരദേശത്തുള്ളവർ, വടക്കൻ ജില്ലകളിലുള്ളവർ അടക്കം ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന 5 ജില്ലകളും ഈ വടക്കൻ ജില്ലകൾ, അതായത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ അടക്കമുള്ള വടക്കൻ ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തീരദേശത്തുള്ളവർ, വടക്കൻ ജില്ലകളിൽ താമസിക്കുന്നവർ, മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതിതീവ്ര ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ കടലാക്രമണ സാധ്യത നിലനിൽക്കുന്നതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഈ കടലാക്രമണ സാധ്യതയും ഉയർന്ന തിരമാല സാധ്യതയും നിലനിൽക്കുന്നതിനാൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തീരദേശത്തുള്ളവർക്കും ഇപ്പോൾ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും ജില്ലകളിലെല്ലാം അതിശക്തമായ മഴ തുടരും. അതുപോലെ തന്നെ മഴയോടൊപ്പം കാറ്റിനെയും ശ്രദ്ധിക്കണം. അത് ഈ മരം കടപുഴകി വീണും ഒക്കെയാണ് പലതരത്തിലും അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കാറ്റിനെയും ശ്രദ്ധിക്കണമെന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരും എന്നുള്ളത് തന്നെയാണ് അറിയിക്കുന്നത്. അതിൽ ഈ തീരദേശ മേഖലയിലും മലയോര മേഖലയിലും താമസിക്കുന്നവരും വടക്കൻ ജില്ലകളിലുള്ളവരും അതിതീവ്ര ജാഗ്രത പാലിക്കണം. അത് അപകട മേഖലകളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ അത്തരത്തിലൊരു ജാഗ്രത കൂടി ഉണ്ടാകണമെന്ന് കൂടി അറിയിക്കുന്നുണ്ട്. മേഘന മുരളിയാണ് സംസ്ഥാനത്ത് പൊതുവായി നൽകിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ഉയർന്ന തിരമാലയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ കൂടി ചേരുകയാണ്. ശ്യാം, കഴിഞ്ഞ രാത്രിയിലൊക്കെ ഇടതോരാതെ കൊച്ചിയിൽ മഴ പെയ്യുകയായിരുന്നു. പലതരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ.
ക്രിസ്റ്റീന, കൊച്ചിയിൽ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ മഴ ആരംഭിച്ചിരുന്നു. ആ മഴയ്ക്ക് ഒരു തോർച്ച പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തീരദേശ മേഖലകളിൽ നിന്നുൾപ്പെടെ നമുക്ക് ലഭിക്കുന്ന വിവരം കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകുന്നുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മഴയേക്കാൾ ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നതാണ് തീരദേശ മേഖലയിൽ അവരെ കൂടുതൽ പേടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ കടൽ കയറ്റം ഉണ്ടായിരുന്നു. നഗരത്തിലെ സ്ഥിതി എടുത്തു കഴിഞ്ഞാലും മഴയോടൊപ്പം വീശുന്ന ശക്തമായ കാറ്റ് വലിയ ഭീതി ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മരങ്ങളൊക്കെ നിൽക്കുന്ന ദേശീയപാതയിലെ ഇടറോഡുകളിലൊക്കെ ഈ കാറ്റ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇടറോഡുകളിൽ പലയിടങ്ങളിലും വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഏതായാലും മഴയ്ക്ക് ഒരു കുറവും ഉണ്ടാകുന്നില്ല. ഇന്ന് അവധി ദിവസമാണ് എങ്കിൽ പോലും കൊച്ചിയിൽ ആൾത്തിരക്കിന് കുറവുണ്ടാകില്ല. ആ ദിവസം തന്നെയാണ് ഓറഞ്ച് അലർട്ടിന്റെ ഭാഗമായുള്ള ശക്തമായ മഴ ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ചിരിക്കുന്നത്. മഴ തുടരുന്ന സ്ഥിതിയാണ് കൊച്ചിയിൽ എല്ലാ മേഖലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഷാമി, തീരമേഖലകളിൽ എങ്ങനെയാണ് അവസ്ഥ? സാധാരണ ഈ കടൽകയറ്റം, കടൽക്ഷോഭമൊക്കെ ഉള്ള മേഖലകളുണ്ടല്ലോ. ഇന്നലെയും നമ്മൾ സമാനമായ സാഹചര്യം കണ്ടതാണല്ലോ പലയിടങ്ങളിലും. ഉന്മേഷ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉന്മേഷ് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെല്ലാനത്താണെങ്കിലും മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ ചെറിയ കടവിലും മറ്റുമൊക്കെ വലിയ രീതിയിലുള്ള കടൽക്ഷോഭമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ തീരദേശവാസികൾ അനുഭവിക്കുകയും ക്യാമ്പുകളിലേക്ക് മാറേണ്ട സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇന്നും രാവിലെ മുതൽ കടൽ ശക്തമായി കരയിലേക്ക് കയറാൻ ആരംഭിച്ചിട്ടില്ല എങ്കിലും പ്രക്ഷുബ്ധമാണ് കടൽ എന്നുള്ളതാണ് ചെല്ലാനത്ത് നിന്നുൾപ്പെടെയുള്ള നാട്ടുകാർ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ ആളുകൾ ജാഗ്രത പാലിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഏതായാലും തീരദേശ മേഖലകളിലും നഗരവ്യത്യാസമില്ലാതെ മഴ ശക്തമായി പെയ്യുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും മഴ ശക്തമാണ്. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തൃശൂർ ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരിമരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിൽ പിടിയിലായി ലിവിയെ കേരളത്തിലെത്തിച്ചു. മുംബൈയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ലിവിയെ കൊച്ചിയിലെത്തിച്ചത്. വ്യക്തിവൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസിന് ലിവിയ മൊഴി നൽകിയിട്ടുണ്ട്. പ്രതി നാരായണദാസിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്ത് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ദുബായിൽ നിന്ന് മുംബൈയിലെത്തിയപ്പോഴാണ് ലിവിയെ പിടികൂടിയതെന്ന് SI സജീവ് വർഗീസ് 24-നോട് പറഞ്ഞു. ഇവര് ദുബായിലായിരുന്നു. അവര് ബോംബെയിൽ വന്നു. ലുക്കൌട്ട് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എമിഗ്രേഷൻ ഡീറ്റെയിൻ ചെയ്തിട്ട് സഹർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിരുന്നു. അവിടെ നിന്ന് നമ്മൾ റിസീവ് ചെയ്ത് ഇന്നലെ കോടതിയിൽ ഹാജരാക്കി. അതിനുശേഷം ഇന്നിവിടെ എത്തിച്ചു. കേസിന്റെ വിവരങ്ങളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുങ്ങല്ലൂർ DSP ആണ്. അദ്ദേഹം നിങ്ങളോട് പറയും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. നിതിൻ, ലിവിയെ കൊടുങ്ങല്ലൂരിൽ എത്തിച്ച് ചോദ്യം ചെയ്യുക എന്നാണല്ലോ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നാരായണദാസിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്ത് കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണല്ലോ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്തൊക്കെയാണ് വിവരങ്ങൾ നിതിൻ? ഉന്മേഷ്, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ് കഴിഞ്ഞ ദിവസം അന്വേഷണത്തിന്റെ ഭാഗത്തും ഉണ്ടായത്. നേരത്തെ തന്നെ നമുക്കറിയാം ലിവിയോട് പലതവണ ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് ബംഗളൂരിൽ ജോലി ചെയ്യുന്ന ലിവിയ പിന്നീട് ദുബായിലേക്ക് കടന്നു കളഞ്ഞത്. ഇതിനിടയിൽ നാട്ടിലെത്തി മുൻകൂർ ജാമ്യം എടുക്കാനായിരുന്നു ലിവിയയുടെ നീക്കം. ഇതിനിടയിലാണ് മുംബൈ വിമാനത്താവളത്തെത്തിയ ലിവിയെ അന്വേഷണ സംഘം പിടികൂടിയത്. അതിനുശേഷം ഇപ്പോൾ കൊച്ചിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് മുംബൈയിൽ നിന്ന് കൊച്ചിയിൽ എത്തിച്ചത്. അതിനുശേഷം ഇപ്പോൾ കൊടുങ്ങല്ലൂർ എത്തിച്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇനി ചോദ്യം ചെയ്യും. ലിവിയെ എവിടെ നിന്നാണ് ഈ ലഹരി മരുന്ന് കിട്ടിയത്, മാത്രമല്ല എന്താണ് ഈ കേസിനാസ്പദമായി അല്ലെങ്കിൽ എന്തിനാണ് ഷീല സണ്ണിയെ കൊടുക്കാനുള്ള നീക്കം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരുത്തണം. ഇതിനെ തന്നെ ഒരു കാര്യം അന്വേഷണം വ്യക്തമാക്കുന്നത് നൈജീരിയൻ പൗരിൽ നിന്നാണ് ലിവിയ ഈ ലഹരി മരുന്ന് വാങ്ങിയതെന്നാണ്. പക്ഷേ ഇത് മുൻപ് ഈ കേസിൽ ലിവിയയ്ക്ക് ഈ നൈജീരിയൻ പൗരനെ നേരത്തെ പരിചയമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരുത്തണം. അത്തരം ചോദ്യം ചെയ്യൽ നടപടികളാണ് ഇനി എന്തായാലും അന്വേഷണത്തിന്റെ ഭാഗത്തും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ നാരായണദാസിനെയും ഒപ്പം എത്തി ചോദ്യം ചെയ്യൽ നടപടികൾ സ്വീകരിക്കും. ഷീല സണ്ണി ഇത്തരത്തിൽ കൊടുക്കാനുള്ള കാരണം എന്താണ്, കുടുംബവഴക്കിനപ്പുറം മറ്റെന്തെങ്കിലും കാരണമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിലാകും ഇനി എന്തായാലും അന്വേഷണ സംഘം ലിവിയെ ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുള്ളത്. നമുക്കറിയാം വ്യാജ ലഹരി മരുന്ന് കേസിൽ ഷീല സണ്ണി 2 മാസത്തിലധികമാണ് ജയിലിൽ കിടന്നത്. അതിനുശേഷമാണ് പിന്നീട് ഷീല സണ്ണി കേസിൽ വ്യാജ ലഹരി മരുന്നാണെന്ന് വ്യക്തമായത്. പിന്നീട് പലതവണ നാരായണദാസിനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് നാരായണദാസിനെ പിടികൂടാൻ സാധിച്ചത്. ഇതിനിടയിലും ലിവിയെ ചോദ്യം ചെയ്യലിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പക്ഷേ ആ നീക്കത്തെ അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലോട് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ നടപടിയോട് യാതൊരു തരത്തിലും സഹകരണം എന്തായാലും ലിവിയുടെ ഭാഗത്തും ഉണ്ടായില്ല. പിന്നീട് വിദേശത്തേക്ക് കടന്നു കളിയായിരുന്നു ചെയ്തത്. അതിനുശേഷമാണ് പിന്നീട് ലിവിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു അന്വേഷണ സംഘം. അങ്ങനെയാണ് മുംബൈയിലെത്തിയ ലിവിയെ അന്വേഷണ സംഘം
ആദ്യം പിടികൂടിയത്. അതിനിടെ സഹർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി പിന്നീട് കോടതി മുഖാന്തരം ഇപ്പോൾ നാട്ടിലെത്തിച്ചു. ഇനി വിശദമായി ചോദ്യം ചെയ്യലാകും എന്താണ് ഈ കേസിന് പിന്നിലെ കാരണമെന്ന് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തും ഇനി തുടർ നടപടിയുടെ ഭാഗമായി ഇന്ന് വിശദമായി തന്നെ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. നിതിന്, ഷീല സണ്ണിയോട് ഇവർക്ക് പകയുണ്ട് എന്ന കാര്യത്തിൽ ഇവർ അത് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്ത് കാര്യത്തിനായിരുന്നു? ഇതൊക്കെ ഈ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോഴാണല്ലോ മനസ്സിലാക്കുന്നത്. ഇന്ന് തന്നെ ആ തരത്തിലൊരു ചോദ്യം ചെയ്യലിലേക്ക് പോകുമോ? ഒപ്പം തന്നെ ഇവരെ വിദേശത്ത് പോകാൻ സഹായിച്ചത് ആരാണ്? കൂടുതൽ പേരിതിലുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമല്ലോ അല്ലേ? ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയാണ് ലിവ്യ. എന്തായാലും കുടുംബവഴക്ക് തന്നെയാണ് ഇതിന് കാരണമെന്ന് വ്യക്തമാക്കുന്നു. ഇതിനിടയിൽ ഷീല സണ്ണിക്ക് വിദേശത്ത് ജോലി ലഭിക്കുന്നു. ആ ജോലി മുടക്കാൻ തന്നെയായിരുന്നു ലിവ്യയുടെ ഭാഗത്തും ഇത്തരം നീക്കമുണ്ടായത്. പക്ഷേ അത് കുടുംബവഴക്കിനപ്പുറം മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ? ഇത് എവിടെ നിന്ന് ഈ ഒരു വ്യാജ ലഹരി മരുന്ന് ലഭിച്ചു? ഇതിൽ നാരായണദാസിനപ്പുറം ആർക്കൊക്കെ പങ്കുണ്ട്? മാത്രമല്ല ഈ നൈജീരിയൻ പൗരനുമായി ലിവ്യക്കുള്ള ബന്ധം എന്താണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി വ്യക്തത വരുത്തേണ്ടത്. അതിനെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തും വിശദമായ ചോദ്യം ചെയ്യൽ വേണം. നമുക്കറിയാം സംസ്ഥാനം തന്നെ ഏറ്റവും വിവാദമായ ഒരു കേസാണ് ഷീല സണ്ണി കേസ്. അതിൽ പിന്നീട് വ്യാജ ലഹരി മരുന്നാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എക്സൈസിനെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു അർത്ഥത്തിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണത്തിലൂടെയാകും എന്തായാലും ഇനി അന്വേഷണ സംഘം മുന്നോട്ട് പോകുക. ഇതിനിടയിലാണ് പിന്നീട് DGP നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതും പിന്നീട് അന്വേഷണമായി മുന്നോട്ട് പോയത്. നാരായണദാസിൽ നിന്നും കൃത്യമായ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരുന്നു. ആ ഘട്ടത്തിലെല്ലാം തന്നെ ലിവ്യയാണ് ഇതിന് പിന്നിലെന്ന ഒരു മൊഴിയാണ് നാരായണദാസ് അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് എന്തായാലും അന്വേഷണം കടക്കും. ഇന്ന് തന്നെ അത്തരം നടപടിയിലേക്ക് എന്തായാലും അന്വേഷണം കടക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി ലിവ്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വരും മണിക്കൂറുകൾ അത്തരം ഉത്തരങ്ങൾ എന്തായാലും അന്വേഷണത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ കൃത്യമായ ചില സൂചനകൾ എന്തായാലും ലഭിച്ചിട്ടുണ്ട്. നൈജീരിയൻ പൗരനിലാണ് ഇവരിത് വാങ്ങിയതെന്ന വിവരമാണ്, 10,000 രൂപയ്ക്ക് വാങ്ങിയതെന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് ഈ ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറം കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ആ ഒരു അർത്ഥത്തിലുള്ള എന്തായാലും ചോദ്യം ചെയ്യൽ നടപടി എന്തായാലും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഇന്നുണ്ടാകും. ഇതിനിപ്പോൾ ഈ ആസൂത്രണം മുഴുവൻ ലിവ്യയാണ് നടത്തിയത് എന്നാണോ പോലീസ് വ്യക്തമാക്കുന്നത്? പ്രതി നാരായണദാസിനോടകം പിടിയിലായിട്ടുണ്ടല്ലോ. നാരായണദാസിന് ലഭിച്ച മൊഴിയുടെ പ്രകാരമാണെങ്കിൽ ലിവിയാണ് ഇതിന് പിന്നിലെന്ന ഒരു വിവരമാണ് എന്തായാലും അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണമായും ലിവിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ അല്ല കൂടുതൽ പേർ ഇതിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. സ്വാഭാവികമായിട്ടും ആ അർത്ഥത്തിലുള്ളൊരു ചോദ്യം ചെയ്യൽ തന്നെയാകും ഇന്ന് അന്വേഷണത്തിന്റെ ഭാഗത്തും ഉണ്ടാവുക. കുടുംബവഴക്കിനപ്പുറം മറ്റെന്തെങ്കിലും കാരണം, എന്തൊക്കെ കാരണമാണ് ഈ ഒരു കേസിനാസ്പദമായ അല്ലെങ്കിൽ ഈ ഒരു കുറ്റകൃത്യത്തിനാസ്പദമായ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ആ ഒരു നിലയിലുള്ള അന്വേഷണമാകും ചോദ്യം ചെയ്യലാകും ഇന്ന് എന്തായാലും അന്വേഷണത്തിന്റെ ഭാഗത്തും ഉണ്ടാവുക. നമുക്കറിയാം പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ നേരത്തെ തന്നെ നിയോഗിച്ചിരുന്നു. അതിനുശേഷം ഷീല സണ്ണിയിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. ഈ മൊഴിയിലെല്ലാം തന്നെ ലിവിയുടെ പേര് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പരസ്യമായി തന്നെ ഷീല സണ്ണി അത് വ്യക്തമാക്കിയതുമാണ്. മാത്രമല്ല നാരായണദാസിനെ മുഖാന്തരമാണ് ഈ സ്കൂട്ടറിൽ ഇവർ വ്യാജ ലഹരി മരുന്ന് വെച്ച് കുടിക്കിയതെന്നാണ് നാരായണദാസിന് അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്ന മൊഴി. സ്വാഭാവികമായിട്ടും ഇതിൽ ലിവിയക്കപ്പുറം ആർക്കെങ്കിലും പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. ആ ഒരു നിലയിലുള്ള ചോദ്യം ചെയ്യൽ എന്തായാലും പോകും. നിലവിൽ ഇപ്പോൾ അന്വേഷണം വ്യക്തമാക്കുന്നത് ലിവിയ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ്. പക്ഷേ വിശദമായ ചോദ്യം ചെയ്യൽ മാത്രമേ ഇതിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാവുകയുള്ളൂ. ശരി, നിതിൻ അംബുജനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലിവിയെ ഇതിനോടകം പോലീസ് കേരളത്തിൽ എത്തിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ അവിടെയായിരിക്കും ചോദ്യം ചെയ്യൽ നടക്കുക. മുംബൈയിൽ വെച്ചാണ് ലിവിയ പിടിയിലായത്. ദുബായിൽ നിന്ന് മുംബൈയിൽ എത്തിയപ്പോഴാണ് പിടിയിലായത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ 24നോട് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ രാത്രിയിലാണ് ലിവിയെയും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത്. അവിടെ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് എത്തിക്കും. അവിടെ പ്രതി നാരായണദാസിനൊപ്പം എത്തി വിശദമായി ചോദ്യം ചെയ്യും. നാരായണദാസിന്റെ മൊഴി അനുസരിച്ച് ലിവിയാണ് ഈ സംഭവങ്ങളുടെ ആസൂത്രക എന്നതാണ്. പോലീസിന് അക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലായിരിക്കും വരും ദിവസങ്ങളിൽ ഇനി നടക്കുക. പെരുമഴക്കാലം തുടങ്ങിയതോടെ പല തീരദേശ മേഖലകളിലും പ്രതിസന്ധികളാണ്. അതിലെടുത്തു പറയേണ്ടത് വലിയതുറയ്ക്കടുത്തുള്ള കൊച്ചുതോപ്പിനെ കുറിച്ചാണ്. ഈ പ്രദേശത്തുള്ള പല വീടുകളും കടലെടുത്തു കഴിഞ്ഞു. എങ്ങോട്ട് പോകണമെന്നും എന്ത് ചെയ്യണമെന്നും ചോദിക്കുകയാണ് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. ഇവരുടെ ആശങ്ക എത്രത്തോളം ഉണ്ടെന്ന് പ്രദേശത്ത് അവശേഷിക്കുന്ന കെട്ടിടങ്ങൾ തന്നെ വ്യക്തമാക്കും. വലിയതുറ, കൊച്ചുതോപ്പ്, ജൂസ റോഡിനും ലേന റോഡിനും മധ്യേ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം. ഇന്നിവർ ജീവിക്കുന്നത് വലിയ ആശങ്കയോടെയാണ്. ഏതു നിമിഷവും ജീവനും സമ്പാദ്യവും കടലെടുക്കാം. ഇവിടെ ഒരു കല്ലെടുക്കോ ഒന്നെങ്കിലും വന്നിരുന്നെങ്കിൽ ഈ ജനങ്ങൾ ഈ വീടും കൊണ്ട് രക്ഷപ്പെടുമായിരുന്നു. ഇത് പണിയുന്ന സമയവും കുറേ അകലെയായിരുന്നു.
നല്ല അകലെയായിരുന്നു, 100 മീറ്റർ കൂടുതൽ അകലെയായിരുന്നു ഈ കടൽ. ഇപ്പോഴും ഒരുപാട് കടൽ കയറി കഴിഞ്ഞു. ഇനി ഈ വീടുകളെല്ലാം ഭാഗമായി പോകും. കൊച്ചുതോപ്പ് നിവാസിയായ സാജനും പറയാനുള്ളത് ഇതേ ദുരിതകഥ. കഴിഞ്ഞ 4 ദിവസത്തിൽ സാജന്റെ വീടിന്റെ പകുതി ഭാഗവും കടലെടുത്തു. താമസയോഗ്യമല്ലാതായി. ഒരു ജീവിതകാലം കൊണ്ട് അധ്വാനിച്ചതെല്ലാം നഷ്ടപ്പെട്ടു. പോകാൻ മറ്റിടമില്ലാത്തതിനാൽ വീടിനോട് ചേർന്ന് ഒരു ഷെഡ് കെട്ടിയാണ് താമസം. ഞാൻ വൈഫ് ഇവിടെ ഉണ്ട്, വീട്ടിൽ തന്നെ. പിന്നെ പോന്നെങ്കിൽ ഒരുമിച്ച് പോട്ടെ എന്ന് വിചാരിച്ചാണ്. പിന്നെ മക്കള് കാര്യം ആലോചിച്ച് അവരിത് കാണുമ്പോൾ പേടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും കാണാതെ ക്ലാസ്സിൽ വിടും. ക്ലാസ്സിലെങ്കിലും ഒന്ന് സേഫായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് അവരെ ക്ലാസ്സിലോട്ട് വിടുന്നത്. തീർച്ചയായിട്ടും ഒരു അപകടത്തിൽ ഇനിയിപ്പോൾ ഇതിൽ എനിക്കിനി സഹിക്കാൻ പറ്റുന്നില്ല ഒന്നുമില്ല. കടൽഭിത്തി നിർമ്മാണമാണ് പ്രശ്നപരിഹാരമായി മുന്നോട്ട് വയ്ക്കുന്നത്. കാലവർഷത്തിന് മുന്നേ തന്നെ കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ പല വീടുകളും ഇന്ന് കടലെടുക്കില്ലായിരുന്നു. ഇവിടെ അവർ 2 വർഷം കൊണ്ട് ഇത്രയും ഭാഗം തുരന്ന് കയറിക്കൊണ്ടാണ് കടലിങ്ങോട്ട്. അതാണ്ട് ജ്യൂസർ റോഡ്, കൊച്ചുതോപ്പ് ജ്യൂസർ റോഡ് ആ ഭാഗം വരെ കല്ലുണ്ട്. തോപ്പിലാണെങ്കിൽ ലേന റോഡ് വരെ കല്ലുണ്ട്. ഇതിൽ ഇടയ്ക്ക് അത്രയും ഭാഗം കല്ലടിക്കാത്തതുകൊണ്ട് കടൽ 2 വർഷം തുരന്നേറി ഇത്രയും വീട് പോയിരിക്കുന്നു. 5 വരി വീട് പോയി. അടുത്ത ആഴ്ച ആകുമ്പോൾ ഇത് 2 വീട് പോകും. ഇവരിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. കടൽ ഭിത്തി തന്നെ പരിഹാരം. കടൽ ഭിത്തി വെച്ചാൽ ഇത് കുറച്ച് പിടിച്ചു നിർത്താം. ഒരു കാലത്ത് ഈ കടൽ ഇവർക്ക് അനുഗ്രഹമായിരുന്നു, ജീവനോപാധിയായിരുന്നു. ആ കടൽ തന്നെ തങ്ങളുടെ ജീവനും ജീവിതവും എടുക്കുമെന്ന് ഈ പച്ചയായ മനുഷ്യർ ചിന്തിച്ചു കാണില്ല. ഇത് കൊച്ചുതോപ്പിലെ സാജന്റെ വീടിന്റെ മാത്രം അവസ്ഥയല്ല. ഭീതിയില്ലാതെ നുറങ്ങിയിട്ട് കാലങ്ങളായെന്ന് ഇവിടുത്തുകാർ പറയുന്നു. സ്വന്തം കിടപ്പാടം ഇങ്ങനെ കടലെടുത്തു പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട മനുഷ്യർ. ക്യാമറമാൻ അഭിജിത്ത് എസിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. മഴയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. ക്വാറികളുടെ പ്രവർത്തനത്തിന് ഖനനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള വാർത്ത വരുന്നതോടൊപ്പം തന്നെ കാസർഗോഡ് നീലേശ്വരം കോട്ടപ്പൻ റോഡിൽ മരം വീണിരിക്കുന്നു. ഫയർഫോഴ്സ് സംഘം എത്തി മരം മുറിച്ചു നീക്കുകയാണ്. നീലേശ്വരത്തെ വീടുകൾക്ക് മുകളിൽ തെങ്ങ് വീണു. ആർക്കും പരിക്കില്ല എന്നുള്ള കാര്യം അരുൺ പാറക്കൽ അറിയിക്കുന്നുണ്ട് ഇപ്പോൾ കാസർഗോഡ് നിന്ന്. മറ്റൊരു വാർത്തയിലേക്ക്. ചെളിക്കുളമാകുന്ന റോഡുകളുടെ വാർത്തകൾ നമ്മൾ നിരവധി തവണ കണ്ടിട്ടുണ്ട്. എന്നാൽ കോട്ടയത്ത് കുളമായിരിക്കുന്നത് ഒരു റെയിൽവേ മേൽപ്പാലമാണ്. കോട്ടയം നഗരത്തിലുള്ള മണിപ്പുഴ മൂലേടം റോഡിലെ റെയിൽവേ പാലമാണ് യാത്രക്കാർക്ക് ദുരിതമായി മാറിയിരിക്കുന്നത്. ടാറിംഗ് ഇളകി മാറി കുഴികൾ രൂപപ്പെട്ടിട്ടും റീടാറിംഗ് നടത്താൻ ബന്ധപ്പെട്ടവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര കുഴിയാണ്. അത് നമ്മൾ കടകടാന്ന് അടിക്കുമോ? ഇത് പാലം പണിതപ്പോ ടാർ ചെയ്താ വണ്ടി ഓടിഞ്ഞ എല്ലാ സാധനം ആഴ്ച മാറിക്കൊണ്ടിരിക്കുക. ഭയങ്കര കുഴിയാണ്. കുറേ നാളല്ല, 1 വർഷത്തോളമായി. രാത്രിയിൽ പോകുമ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ അലച്ചിട്ട് വീഴുന്നുണ്ട്. അതുപോലെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ അപകടം ഉണ്ടാവും. പലതവണ പരാതി പറഞ്ഞു മടുത്തതാണ്. പക്ഷേ ഒരു മാറ്റവുമില്ല. കോട്ടയം നഗരത്തിലേക്ക് എത്താനുള്ള പ്രധാന റെയിൽവേ മേൽപ്പാലമായിട്ടും ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ടാറിംഗ് ഇളകി മാറി കുഴി രൂപപ്പെട്ടതോടെ അപകടങ്ങളും പതിവ്. മഴക്കാലമായാൽ പിന്നെ പറയേണ്ട. ഇരുചക്രവാഹനക്കാർക്കാണ് ദുരിതം കൂടുതൽ. ടാറിംഗ് ജോലികൾ നടത്തുന്നതിന് വേണ്ടി ബജറ്റിൽ തുക വകയിരുത്തിയിരുന്നു. എന്നാൽ ഇതുവരെ പൊതുമരാമത്ത് വകുപ്പ് പണി തുടങ്ങിയിട്ടില്ല. നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ അകത്ത് 1 കോടി രൂപ ഇത് മണിപ്പുഴ തൊട്ട് ഗസ്റ്റ് ഹൗസ് വരെയുള്ള റോഡ് നന്നാക്കാനായിട്ട് 1 കോടി രൂപ അനുവദിച്ചതായി നമുക്ക് അറിയാൻ സാധിച്ചു. പക്ഷേ മാർച്ച് കഴിഞ്ഞു, ബഡ്ജറ്റ് പാസ്സായി. ഇപ്പോൾ ഏപ്രിൽ 3 മാസക്കാലം കഴിഞ്ഞ് 3.5 മാസക്കാലമായി. അതിന്റെ യാതൊരു ഫോളോ അപ്പും നാളിതുവരെ നടത്തിയിട്ടില്ല. PWD ഗസ്റ്റ് ഹൌസ്, ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വഴിയാണിത്. കൂടാതെ പുതുപ്പള്ളി ഭാഗത്തു നിന്ന് നിരവധി വാഹനങ്ങൾ ഇതിലെ കടന്നു പോകുന്നുണ്ട്. മുൻപ് റെയിൽവേ ക്രോസിംഗ് ആയിരുന്നപ്പോൾ യാത്രക്കാരുടെ വിലപ്പെട്ട സമയം ഇവിടെ നഷ്ടമായിരുന്നു. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് മേൽപ്പാലം വന്നത്. എന്നാൽ ഇപ്പോൾ ഈ മേൽപ്പാലവും ദുരിതമായി മാറിയിരിക്കുകയാണ്. 24 കോട്ടയം. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച 19 പേരെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. BJ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇന്നലെ ബന്ധുക്കൾക്ക് കൈമാറി. DNA പരിശോധന ആവശ്യമില്ലാതിരുന്ന 8 പേരുടെ മൃതദേഹം നേരത്തെ കൈമാറിയിട്ടുണ്ടെന്ന് BJ മെഡിക്കൽ കോളേജ് സർജറി വിഭാഗം പ്രൊഫസർ ഡോക്ടർ രജനീഷ് പട്ടേൽ അറിയിച്ചു. ടെലിവിഷൻ ചർച്ചയിൽ അതിഥികൾ നടത്തുന്ന അധിക്ഷേപ പരാമർശങ്ങൾക്ക് അവതാരകൻ ഉത്തരവാദിയല്ലെന്ന് സുപ്രീംകോടതി. ആന്ധ്ര പോലീസ് അറസ്റ്റ് ചെയ്ത മാധ്യമപ്രവർത്തകൻ ശ്രീനിവാസ റാവുവിന് ജാമ്യം അനുവദിച്ചാണ് കോടതി നിരീക്ഷണം. അവതാരകൻ അധിക്ഷേപ പരാമർശം നടത്തിയിട്ടില്ലെന്നും മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്നും കോടതി.
ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നതിൽ വിമർശനവുമായി കോൺഗ്രസ്. വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നതിലൂടെ വിദേശ നയം തകർച്ചയിലാണെന്ന് വ്യക്തമായെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ എക്സിൽ കുറിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനത്തിനായി വാദിക്കുന്ന ഇന്ത്യയുടെ സ്ഥിരം നിലപാട് ഉപേക്ഷിച്ചുവെന്നും മല്ലികാർജ്ജുൻ ഖർഗെ. പഹൽഗാമിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ചൊവ്വാഴ്ച മുതൽ ഘട്ടം ഘട്ടമായി തുറക്കും. ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് ഇക്കാര്യം അറിയിച്ചത്. ടൂറിസത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണ് സർക്കാർ. ഉത്തർപ്രദേശിലെ ഗുഷി നഗറിൽ ചികിത്സാ പിഴവ് മൂലം മരണം. വൈഭ്രാന്ത് ആശുപത്രിയിലാണ് 25-കാരി അസ്മയും കുഞ്ഞും മരിച്ചത്. ആശുപത്രിക്ക് മുന്നിൽ കുടുംബം മൃതദേഹവുമായി പ്രതിഷേധിച്ചു. സംഭവത്തിൽ ഡോക്ടർ മുഹമ്മദ് സയ്യിദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കോഴിക്കോട് താമരശ്ശേരിയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന് പരാതി. കൊടുവള്ളി സ്വദേശി ജൈസലിനെതിരെയാണ് പരാതി. വിദ്യാർത്ഥിക്ക് ബുള്ളറ്റ് വാടകയ്ക്ക് നൽകി പണം തട്ടാൻ ശ്രമിച്ചെന്ന പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന്. സമീർ, പറയൂ വിവരങ്ങൾ. താമരശ്ശേരി എളേറ്റിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉയർത്തിയിരിക്കുന്നത്. ഈ കുട്ടി ഒരു ആളിൽ നിന്ന്, അതായത് കൊടുവള്ളി സ്വദേശിയായിട്ടുള്ള ജെയ്സിൽ നിന്ന് ഒരു ബുള്ളറ്റ് വാടകയ്ക്കെടുത്തിരുന്നു. 2000 രൂപയ്ക്കാണ് 3 ദിവസത്തേക്ക് വാടകയ്ക്കെടുത്തത്. എന്നാൽ തനിക്ക് ലൈസൻസ് ഇല്ല എന്ന കാര്യം താൻ പറഞ്ഞിരുന്നു എന്നും ഈ കുട്ടി പറയുന്നുണ്ട്. ആ വേളയിലാണ് 500 രൂപ കൂടി അധികം തന്നാൽ വാഹനം തരാം എന്ന് ഈ ഉടമ പറയുകയും അടിസ്ഥാനത്തിൽ 500 വീതം 3 ദിവസത്തേക്ക് 1500 രൂപയും അധികമായുള്ള 500 ഉൾപ്പെടെ 2000 രൂപയ്ക്കാണ് ഈ കുട്ടി 3 ദിവസത്തേക്ക് വാഹനം വാടകയ്ക്കെടുത്തത്. ബൈക്കുമായി പോകുമ്പോൾ ഹൈവേ പോലീസ് പിടിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഫൈൻ ഈടാക്കുകയും ചെയ്തു. അത് ബാലുശ്ശേരി സ്റ്റേഷനിലാണ് അതുമായി ബന്ധപ്പെട്ട കേസ് നടപടികൾ ഉണ്ടായത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ കുട്ടിയുമായി ജയ്സൽ സ്റ്റേഷനിലെത്തുകയും പിന്നീട് 20,000 രൂപ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി പലയിടങ്ങളിൽ നിന്നായിക്കൊണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന്, അതായത് സഹപാഠികളിൽ നിന്നും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളിൽ നിന്നുമൊക്കെ ആയിക്കൊണ്ട് പണം പിരിക്കുകയും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തു. 20,000 രൂപ ജയ്സലിന് നൽകുകയും ചെയ്തു. എന്നാൽ ഇതിൽ കൂടുതൽ പണം ആവശ്യപ്പെടുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ജയ്സൽ ഈ വിദ്യാർത്ഥിയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതിനൊടുവിലൊന്നും കൂടുതൽ പണം ലഭ്യമായില്ല. പിന്നീടാണ് അതിന് പിറകെയാണ് ഈ വിദ്യാർത്ഥിയെ ഇയാൾ തട്ടിക്കൊണ്ടുപോവുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. കുട്ടി വലിയ വിഷമത്തിലായിരുന്നു. കുട്ടി ക്ലാസ്സിലൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് കുട്ടിയെ കൌൺസിലിംഗ് നടത്തുകയും തുടർന്നാണ് കുടുംബാംഗങ്ങളോട് ഇതാണ് സംഭവിച്ചത് എന്ന കാര്യം പറയുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജയ്സലിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നത് കാണിച്ചുകൊണ്ട് താമരശ്ശേരി സ്റ്റേഷനിലാണ് ഒരു കേസ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല പണം തട്ടിയെടുക്കാനും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ മൊബൈൽ ഫോൺ തട്ടിയെടുക്കാനും ശ്രമിച്ചു. അതുമായി ബന്ധപ്പെട്ട് ബാലുശ്ശേരി സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. ഈ 2 ഇടങ്ങളിലുള്ള പരാതികളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് കുട്ടിയുടെ മൊഴിയെടുക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കെനിയയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 5 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. രാവിലെ 9 മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് മൃതദേഹങ്ങൾ എത്തിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മൃതദേഹങ്ങൾ നോർക്ക റൂട്ട്സ് ഏറ്റുവാങ്ങും. പിന്നീട് ബന്ധുക്കൾക്ക് കൈമാറും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലിലൂടെയാണ് മൃതദേഹങ്ങൾ എത്തിക്കുന്നതിലെ സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവായത്. മൂവാറ്റുപുഴ സ്വദേശിനി ജസ്ന, മകൾ റൂഹി മെഹറിൻ, മാവേലിക്കര ചെറുകോൾ സ്വദേശിനി ഗീത ഷോജി ഐസക്, പാലക്കാട് മണ്ണൂർ സ്വദേശിനി റിയ ആൻ, മകൾ ടൈറ റോഡിഗ്രസ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ഇനി ചില രാജ്യാന്തര വാർത്തകൾ ചുരുക്കത്തിൽ. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ വിമാന കമ്പനികളുടെ പട്ടിക പുറത്തുവിട്ട് എയർലൈൻ റേറ്റിംഗ്.com. എയർ ന്യൂസിലൻഡ് പട്ടികയിൽ 1ാം സ്ഥാനം നേടി. ക്വാന്റാസ് 2ാമതും ഹോങ്കോങ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കാത്തി പസഫിക് 3ാം സ്ഥാനത്തും. ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 27 പേർ കൊല്ലപ്പെട്ടു. മധ്യ ഗസയിലെ ഭക്ഷ്യവിതരണ കേന്ദ്രത്തിലടക്കം ആക്രമണമുണ്ടായി. അതേസമയം ദ്വിരാഷ്ട്ര പരിഹാരത്തിനായി അടുത്തയാഴ്ച UN-ൽ നടത്താനിരുന്ന ഉന്നതതല യോഗം മാറ്റിവെച്ചു. നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ ആണ് തീരുമാനം. അമേരിക്കയിലെ മിനസോട്ടയിൽ നിന്നുള്ള നിയമസഭാംഗവും ഭർത്താവും കൊല്ലപ്പെട്ടു. പോലീസ് വേഷധാരി വെടിയുതിർക്കുകയായിരുന്നു. പ്രതിക്കായി തിരച്ചിൽ ഊർജിതം. കൊലപാതക കാരണം വ്യക്തമല്ല. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവർക്ക് അനുശോചനം അറിയിച്ച് ബ്രിട്ടീഷ് രാജാവ്. ആദരസൂചകമായി ഇന്നലെ നടന്ന ട്രൂപ്പിംഗ് ദ കളർ സൈനിക പരേഡിൽ ചാൾസ് രാജാവും കുടുംബാംഗങ്ങളും കറുത്ത ആംബാൻഡ് ധരിച്ചു. പരേഡിന് ശേഷം 1 മിനിറ്റ് മൗനം ആചരിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകന്റെ വിവാഹ ചടങ്ങുകൾ റദ്ദാക്കി. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷ സ്ഥിതി കണക്കിലെടുത്താണ് അവനീർ നെതന്യാഹുവിന്റെ വിവാഹ ചടങ്ങുകൾ മാറ്റിവെച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 2 നാൾ മാത്രം. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രിയങ്കാ ഗാന്ധിയും രാജീവ് ചന്ദ്രശേഖറും തൃണമൂൽ MP യൂസഫ് പത്താനും പ്രചാരണത്തിനായി മണ്ഡലത്തിലുണ്ട്. പോത്തുകൽ, കരുളായി, അമ്പലമ്പലം കൺവെൻഷനുകളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും.
വിവരങ്ങളുമായി വിപിൻ സി വിജയനാണ് നിലമ്പൂരിൽ നിന്ന് ചേരുന്നത്. വിപിൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും പ്രചാരണം അതിന്റെ അവസാന ലാപ്പിലെത്തിയിരിക്കുകയാണ്. എല്ലാ താരപ്രചാരകരും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇന്ന് മണ്ഡലത്തിലുണ്ടല്ലോ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഉന്മേഷ് പറഞ്ഞതുപോലെ ഇന്ന് നിലമ്പൂരിനെ സംബന്ധിച്ച സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും എല്ലാം വളരെ ആവേശപ്പോരിന്റെ ദിവസം തന്നെയാണ്. പ്രധാനപ്പെട്ട സ്റ്റാർ ക്യാമ്പയിനർമാർ എല്ലാവരും തന്നെ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. പക്ഷേ നിലമ്പൂരിൽ നല്ല മഴയാണ് പെയ്യുന്നത്. രാവിലെ പുലർച്ചെയൊക്കെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റോഡ് ഷോ ഒക്കെ എത്രത്തോളം വിജയിക്കുമെന്ന് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ തന്നെ അതിൻ്റെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇന്ന് പ്രിയങ്ക ഗാന്ധി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് 2 പരിപാടികൾ മുത്തേടത്തും അതുപോലെ തന്നെ നിലമ്പൂരിലുമാണ് ആര്യടൻ ഷൗക്കത്തിനായി അവർ വോട്ട് ചോദിക്കുക. റോഡ് ഷോ ഉൾപ്പെടെ ആയിരിക്കും ഈ ഒരു പരിപാടി അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് 3 പരിപാടികളിൽ ഇന്ന് പങ്കെടുക്കും. രാവിലെ പോത്തുകല്ലിലെ പരിപാടിയിലുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അമരമ്പലത്തും കരുളായിലും നടക്കുന്ന കൺവെൻഷനുകളിലും മുഖ്യമന്ത്രി എം സ്വരാജിനായി വോട്ടഭ്യർത്ഥിക്കും. NDAക്ക് വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. UDFന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ മണ്ഡലത്തിലുണ്ട്. ഇന്നും അവരെല്ലാം തന്നെ വിവിധ സ്ഥലങ്ങളിൽ, അതായത് മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എത്തിയിട്ട് വരെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നേരിട്ട് വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ദിവസം. അവരുടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന PV അൻവറിനായി ഇന്ന് യൂസഫ് പത്താൻ മണ്ഡലത്തിലേക്ക് എത്തുന്നുണ്ട്. രാവിലെ 11:30 കോടതിപ്പടി ഗ്രൗണ്ടിൽ വെച്ച യൂസഫ് പത്താൻ പ്രധാന ഒരു ക്രിക്കറ്റ് മത്സരത്തിന്റെ ഭാഗമാകും എന്നുള്ളതാണ്. അതിനുശേഷം 3 മണി മുതൽ 5 മണി വരെ ഏകദേശം നിലമ്പൂരിൽ നിന്ന് വഴിക്കടവ് വരെ, ഈ മണ്ഡലത്തിന്റെ അതിർത്തിയായ വഴിക്കടവ് വരെയുള്ള ഒരു റോഡ് ഷോയാണ് ഇന്ന് PV അൻവറിന്റെ ഭാഗത്ത് ആ ഒരു ക്യാമ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ള അവരുടെ ഒരു ശക്തി പ്രകടനമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റോഡ് ഷോ ഒക്കെ മഴ മാറി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു വലിയ വിജയമാക്കാൻ തന്നെയാണ് എല്ലാ മുന്നണികളും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി കഴിഞ്ഞ 2 ദിവസവും മണ്ഡലത്തിലുണ്ടായിരുന്നു. അവർ പ്രധാനമായിട്ടും മുഖ്യമന്ത്രി പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി UDFന് പിന്തുണ അറിയിച്ച ആ കാര്യം തന്നെ, അതിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഇന്നും അത്തരം പ്രചാരണങ്ങളൊക്കെയായി ആ ഒരു വാക്പോര് അവസാന ദിവസങ്ങളിലും ഈ ലാസ്റ്റ് ലാപ്പിലും തുടരുന്നു എന്ന് വേണം കരുതാൻ. ക്രിസ്റ്റീന, ഉന്മേഷ്. വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഡൽഹിയിൽ ശക്തമായ മഴ. ഡൽഹിയിലെ പല മേഖലകളിലും മണിക്കൂറിൽ 80 മുതൽ 100 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റുവീശി. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് R അച്യുതനാണ് ചേരുന്നത്. അച്യുതൻ, ഗുഡ് മോർണിംഗ്. അവിടെ ഇടിയോടുകൂടിയ മഴയുണ്ടായി, ഒപ്പം തന്നെ കാറ്റും വീശി, ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഡൽഹി നിവാസികൾക്ക് നൽകിയിരിക്കുന്നത്? ഉന്മേഷ്, ക്രിസ്റ്റീന, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിലെ ഉഷ്ണതരംഗമായിരുന്നു. ഉഷ്ണതരംഗം പിടിമുറുക്കിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരുന്നു, അതായത് ഒരു ശക്തമായ മഴയ്ക്ക് ഡൽഹിയിൽ സാധ്യതയുണ്ടെന്ന്. ഇന്ന് പുലർച്ചയോട് കൂടിയാണ്, ഒരു 3:30 കൂടിയാണ് ശക്തമായ മഴ ഡൽഹിയുടെ പല ഭാഗങ്ങളിലും അനുഭവപ്പെട്ടത്. മഴ മാത്രമല്ല, ശക്തമായ ഇടിമിന്നലും അതോടൊപ്പം അതിവേഗതയിൽ വീശിയ കാറ്റും, ഏതാണ്ട് 80 മുതൽ 100 കിലോമീറ്റർ വേഗതയിൽ വീശിയ കാറ്റുമുണ്ടായിരുന്നു. എനിക്ക് പിന്നിലായി ഇപ്പോൾ ഒരു മരം, അതിൻ്റെ ഒരു വലിയൊരു ശിഖരം തന്നെ നിലം പതിച്ച അവസ്ഥയിലാണുള്ളത്. ഈ ഫിറോസ് ഷാ റോഡ് എന്ന് പറയുന്ന ഇടത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടെ ഏതാണ്ട് ആ റോഡിൻ്റെ പകുതി ഭാഗത്തോളം കയറിയാണ് ആ മരം വീണ് കിടക്കുന്നത്. അങ്ങനെ പലയിടങ്ങളിൽ, ഡൽഹിയിലെ പലയിടങ്ങളിലായി ഇത്തരം കാഴ്ചകൾ, ഈ മരങ്ങൾ കടപുഴകി വീഴുന്ന തരത്തിലേക്കും ഒപ്പം തന്നെ ഇതിൻ്റെ വലിയ ശിഖരങ്ങൾ നിലം പതിക്കുന്ന തരത്തിലേക്ക് കൂടി ഈ കാറ്റ്, അതിശക്തമായ കാറ്റ് ഡൽഹിയിൽ ഉണ്ടായി എന്നതാണ്. എൻ്റെ പിന്നിലായി മറ്റൊരു മരം, അത് ഏതാണ്ട് ആ മരത്തിൻ്റെ ഒരു പകുതി ഭാഗമാണ് ഇങ്ങനെ രണ്ടായി പിളർന്ന്, ഒരു പകുതി ഭാഗമാണ് രണ്ടായി പിളർന്ന് ഇപ്പോൾ ഈ റോഡിലേക്ക് തന്നെ കിടക്കുന്നത്. ഇങ്ങനെ പലയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണതോടുകൂടി ഈ ഗതാഗതത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ റോഡ് ഗതാഗതത്തെ പലയിടത്തും സാരമായി ബാധിച്ചു. ചിലയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട്. ജനജീവിതത്തെ ഈ അപ്രതീക്ഷിതമായി എത്തിയ മഴ ബാധിച്ചു എന്ന് തന്നെ പറയാം. എന്നാൽ നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അതിശക്തമായ മഴയോ കാറ്റോ ഉള്ള സാഹചര്യങ്ങളിൽ ഒരു കാരണവശാലും അനാവശ്യമായി പുറത്തു പോകരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെ മഴ ശക്തമായ ആ ഘട്ടത്തിൽ തന്നെ IMD ഇതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഉടനടി തന്നെ നൽകുകയാണ് ചെയ്തത്. അത് പുറത്തേക്ക് പോകരുത്, വീടിനുള്ളിൽ തന്നെ കഴിയണം എന്ന ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ മഴ ശമിച്ചിരിക്കുന്നു. ഏതാണ്ട് 5:30 കൂടി, 5:30 കൂടിയാണ് മഴയ്ക്ക് ഡൽഹിയിൽ ഒരു ശമനമുണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, കൃഷ്ണ. ഉഷ്ണതരംഗത്തിന് ശേഷം ഡൽഹിയിൽ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയും ശക്തമായ കാറ്റുമുണ്ടായി. ഡൽഹി നിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ വീടിന് പുറത്ത് ഇറങ്ങരുതെന്നാണ് നിർദ്ദേശം.
ശക്തമായ മഴയിൽ കാസർഗോഡ് നീലേശ്വരത്ത് റോഡിൽ മരം വീണു. ഫയർഫോഴ്സ് സംഘം മരം മുറിച്ച് നീക്കുകയാണ്. നീലേശ്വരത്ത് വീടുകൾക്ക് മുകളിൽ തെങ്ങ് വീണു. ആർക്കും പരിക്കില്ല. വിവരങ്ങളുമായി അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ശക്തമായ മഴയാണ്, മരം വീണിട്ടുണ്ട്. പലയിടങ്ങളിലും ഗതാഗത തടസ്സമുണ്ടാകാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. എന്തൊക്കെ നിർദ്ദേശങ്ങളുണ്ട്? എന്തായാലും ഈ മരം വീണിട്ടും ആർക്കും പരിക്കില്ലല്ലോ. ക്രിസ്റ്റീന, ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി മുതൽ തന്നെ ജില്ലയിലെ പലയിടത്തും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കാസർഗോഡ് നഗരത്തിൽ തുടർച്ചയായ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ശക്തമായ മഴയല്ല. ഈ മലയോര മേഖലകളിൽ ശക്തമായ കാറ്റ് വീശുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നീലേശ്വരം കോട്ടപ്പുറം ഭാഗത്ത് ഇന്ന് പുലർച്ചെ 4:45 മരം വീണിട്ടുണ്ട്. കോട്ടപ്പുറം റോഡിലാണ് മരം വീണത്. വൈദ്യുത പോസ്റ്റുകൾക്ക് മുകളിലാണ് മരം വീണത്. അതുകൊണ്ട് വൈദ്യുത ബന്ധം ഭാഗികമായി അവിടെ തടസ്സപ്പെട്ടിട്ടുണ്ട്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഈ മരം മുറിച്ചു നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 3ഓളം വീടുകൾക്ക് മുകളിൽ തെങ്ങ് വീണു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. പക്ഷേ ആർക്കും ഇതുവരെയും പരിക്കൊന്നുമില്ല. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജില്ലയിൽ ഇന്നും റെഡ് അലേർട്ടാണ്. ജില്ലയിൽ ഈ റാണിപുരം പോലുള്ള വിനോദസഞ്ചാര മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലകളിലൂടെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. മരം വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഉപ്പളപ്പുഴ, പുത്തികപ്പുഴ, തേജസ്വിനി പുഴ തുടങ്ങിയ നദികൾ അത് കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ താഴ്ന്ന ഭാഗങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ജലനിരപ്പ് ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ പുത്തിക ഉപ്പള പുഴയിലാണ് പെട്ടെന്ന് വെള്ളം കയറാനുള്ള ഒരു സാധ്യതയുള്ളത്. ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രത വേണമെന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ മഴക്കെടുതികൾ നീലേശ്വരം ഭാഗത്താണ് ഇപ്പോൾ ആദ്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ 3 വീടുകൾക്ക് മുകളിൽ തെങ്ങ് വീണിട്ടുണ്ട്. റോഡിൽ മരം വീണിട്ടുണ്ട്. മറ്റ് നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ദേശീയപാത കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവാനുള്ള സാധ്യതകൾ അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന്. അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടത്തിന്റെ പരിശോധനകൾ ഇന്നും തുടരും. അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്നലെ നീക്കം ചെയ്തിരുന്നു. ഇത് മറ്റൊരിടത്തേക്ക് മാറ്റുന്ന നടപടിയും ഇന്നുണ്ടാകും. അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ DNA പരിശോധനകൾ പുരോഗമിക്കുകയാണ്. 48 മുതൽ 72 മണിക്കൂർ വരെ സമയമെടുക്കുമെന്നാണ് വിവരം. അപകടത്തിൽ കൊല്ലപ്പെട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിൽ തുടരുകയാണ്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് അഹമ്മദാബാദിൽ നിന്നും ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇന്നും ഈ അപകടവുമായി ബന്ധപ്പെട്ട് അതിന്റെ കാരണമടക്കം കണ്ടെത്താനുള്ള പരിശോധനകൾ നടക്കും എന്ന് മനസ്സിലാക്കുന്നു. ഏത് തരത്തിലുള്ള പരിശോധനകളാണ് നടക്കുക? ഒപ്പം തന്നെ ഈ രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിൽ തുടരുകയാണല്ലോ ഇപ്പോൾ. ഗുഡ് മോർണിംഗ്. ഈ അപകട സ്ഥലത്ത് വിവിധ ഏജൻസികളുടെ പരിശോധനയും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പരിശോധനയും നടക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്താനുള്ള ശ്രമമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകുക. ഇന്നലെ അങ്ങനെ നടത്തിയ ഒരു പരിശോധനയിലാണ് ക്യാബിനകത്ത് നിന്ന് ഒരു മൃതദേഹം ലഭിച്ചത്. അത് ആരുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അവിടെ നിന്ന് ആ മൃതദേഹം ഇന്നലെ തന്നെ മാറ്റുകയും ചെയ്തിട്ടു. ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഈ വിമാനത്തിന്റെ ഇന്നലെ മാറ്റിയൊരു ഭാഗം അവിടെ ഇപ്പോഴും ഉണ്ട്. അത് ഈ ഏജൻസികളുടെ നിർദ്ദേശപ്രകാരം മറ്റൊരിടത്തേക്ക് മാറ്റും. അതിൽ ശാസ്ത്രീയമായ പഠനത്തിനടക്കം വിധേയമാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അത് അങ്ങോട്ടേക്ക് മാറ്റുന്നത്. ഈ DNA പരിശോധനയുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ നിന്ന് വിമർശനം ഉയരുന്നുണ്ട്. അത് കുറച്ച് കാലതാമസം നേരിടുന്നു എന്നുള്ളതാണ്. എന്നാൽ ഡോക്ടർമാരടക്കം പ്രതികരിക്കുന്ന ഒരു സ്വാഭാവിക നടപടിയാണ്. സാധാരണഗതിയിൽ DNA പരിശോധനാ ഫലം ലഭിക്കാൻ 48 മുതൽ 72 മണിക്കൂർ വരെ സമയമെടുക്കും. അതിൻ്റെ ഒരു ഡിലേ മാത്രമാണ് ഉണ്ടാകുന്നത്. മറ്റ് ഈ DNA പരിശോധന പൂർത്തിയാക്കാൻ ഒരു തരത്തിലുള്ള ഡിലേയും ഉണ്ടാകില്ല. പെട്ടെന്ന് തന്നെ ബന്ധുക്കൾക്ക് അവരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ വരെ ചില അവ്യക്തതകൾ നിലനിന്നിരുന്നത് ഈ ഹോസ്റ്റലിൽ നിന്ന് കൂടുതൽ ഡോക്ടർമാരെ കാണാതായിട്ടുണ്ടെന്നാണ്. എന്നാൽ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അങ്ങനെ ആരെയും കാണാനില്ല. 4 പേരാണ് മരിച്ചത്. ആ കോമ്പൗണ്ടിനകത്ത് 9 പേർ മരിച്ചു കിടന്നു. പക്ഷേ അതിൽ ബാക്കിയുള്ള ആളുകൾ അവിടുത്തെ പ്രദേശവാസികൾ എന്നാണ് റെസിഡന്റ് എഡിറ്റർ ഈ ഡോക്ടർമാരുടെ അസോസിയേഷൻ വ്യക്തമാക്കിയത്. അതുകൊണ്ട് അവിടെ കൂടുതലായിട്ടുള്ള പരിശോധനകൾ ഇന്നും നടത്തുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കളും അതോടൊപ്പം ആരോഗ്യ പ്രവർത്തകരുമൊക്കെ സംഭവസ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ആശുപത്രിയിൽ മതിയായ സൗകര്യങ്ങളൊക്കെ എല്ലാം കൃത്യമായി തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ നാളെയോടുകൂടി ഈ മൃതദേഹങ്ങളൊക്കെ വിട്ടു നൽകുന്ന ഒരു നടപടിയിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. ക്രിസ്റ്റീന.
COAയുടെ സഹകരണത്തോടെ കേരള സ്റ്റേറ്റ് കേബിൾ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിദ്യാഭ്യാസ പുരസ്കാരം 2025 സംഘടിപ്പിച്ചു. കൊച്ചിയിൽ നടന്ന പരിപാടി എഴുത്തുകാരനും അധ്യാപകനുമായ പ്രൊഫസർ MK സാനു ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്ക് നൽകിയ NH അൻവർ ട്രസ്റ്റിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിലെ ക്യാഷ് അവാർഡ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. ക്യാഷ് അവാർഡ് 24 ബിസിനസ് എഡിറ്റർ ക്രിസ്റ്റീന ചെറിയാൻ വിതരണം ചെയ്തു. COA, KCCL, KCBL, സിഡ്കോ എന്നീ സംഘടനാംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ബദൽ ഉള്ളടക്ക സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കോമഡി ഷോകളുമായി PVR ഐനോക്സ്, PVR ലുലുവിൽ സ്ട്രൈറ്റ് ഔട്ടാ കൊച്ചി എന്ന പേരിൽ ആദ്യത്തെ ലൈവ് സ്റ്റാൻഡപ്പ് കോമഡി ഷോ അവതരിപ്പിച്ചു. മലയാളികളായ വിഷ്ണു പൈ, അക്ഷയ് ജോയൽ, ജോമി ജോസി, ജെഫ്രി ഷോക്കി എന്നിവരാണ് സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിച്ചത്. കോമഡി ലോഞ്ചുമായി ചേർന്നായിരുന്നു പരിപാടി. തിയേറ്ററുകളെ സൃഷ്ടിപരമായ വേദികളാക്കി മാറ്റുന്നതിലൂടെ സിനിമാ അനുഭവത്തിന്റെ നവീകരണമാണ് കോമഡി ഫെസ്റ്റിലൂടെ PVR ഐനോക്സ് ലക്ഷ്യമിടുന്നത്. PVR ഐനോക്സ് എന്ന് പറഞ്ഞാൽ ഒരു മൂവി ബേസ്ഡ് ആണ്. നമ്മളൊരു എക്സിബിറ്റർ കമ്പനിയാണല്ലോ. പക്ഷേ നമ്മളൊരു അതർ കണ്ടന്റ് ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് കേരള കോമഡി ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതൊരു സ്റ്റാൻഡപ്പ് കോമഡി ഷോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ലുലു കൊച്ചി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അത് അടുത്ത് തൃശ്ശൂരും പിന്നെ തിരുവനന്തപുരത്തും നമ്മളത് കേരളം മൊത്തം സ്പ്രെഡ് ചെയ്തൊരു 38 ഷോളം ചെയ്യാനുള്ളൊരു ഐഡിയയിലാണ് ചെയ്യുന്നത്. നോക്കാം പ്രധാന അറിയിപ്പുകൾ. പത്തനംതിട്ട മെഴുവേലി ഗവൺമെന്റ് ITIയിൽ ഫാഷൻ ഡിസൈൻ ടെക്നോളജി ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ വിഷയത്തിൽ ഒഴിവുണ്ട്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഈ മാസം 20 പത്തനംതിട്ട ചെന്നീർക്കര SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ മാനേജ്മെന്റ് സീറ്റിലേക്ക് ഒഴിവ്. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയത്തിലേക്കാണ് ഒഴിവ്. എറണാകുളം വാഴക്കുളം പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടേഴ്സിന്റെ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 19 നടക്കും. കോട്ടയം തീക്കോയിക്കൽ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ ഒഴിവ്. അഭിമുഖം ഈ മാസം 18. പട്ടാമ്പി ഡോക്ടർ KB മേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവുണ്ട്. ബോട്ടണി, കൊമേഴ്സ്, പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങളിലേക്കാണ് ഒഴിവ്. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ഒളിമ്പിക് അസോസിയേഷനും 24ഉം സംയുക്തമായി സംസ്ഥാനതല ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ റീൽസ് മത്സരവും നടത്തും. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ഒളിമ്പിക് അസോസിയേഷനും 24ഉം സംയുക്തമായി സ്പോർട്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കായി 2 വിഭാഗങ്ങളിലായി മത്സരങ്ങൾ ഉണ്ടാകും. 2 വിദ്യാർത്ഥികളടങ്ങുന്ന ടീമിന് മത്സരത്തിൽ പങ്കെടുക്കാം. കേരളത്തിലെ 14 ജില്ലകളിലും മത്സരം സംഘടിപ്പിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്നവർ സംസ്ഥാന തലത്തിലേക്ക്. കൂടാതെ കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനതല റീൽസ് മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട്. ലഹരിക്കെതിരായ സന്ദേശമുയർത്തി ബി സ്പോർട്ടി, സേ നോ ടു ഡ്രഗ്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നത്. 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ തയ്യാറാക്കി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയും ഒളിമ്പിക്സ് അസോസിയേഷനെ ടാഗ് ചെയ്യുകയും ചെയ്യുന്നതാണ് മത്സരത്തിന്റെ രീതി. +2, കോളേജ് വിഭാഗങ്ങളിലായി ഏറ്റവും കൂടുതൽ പ്രചാരം ലഭിക്കുന്ന റീലിന് സമ്മാനം ലഭിക്കും. സംസ്ഥാനതല ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജൂൺ 20 മുൻപായി രജിസ്റ്റർ ചെയ്യാം. 24 തിരുവനന്തപുരം. ഇനി കായിക വാർത്തകൾ ചുരുക്കത്തിൽ. അർജന്റീനിയൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിനായി രംഗത്തെത്തി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. നിലവിലെ ഗോൾ കീപ്പർ ആന്ദ്രെ ഒനാന ക്ലബ്ബ് വിടാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ. ആസ്റ്റൺ വില്ലയ്ക്കായി വലകാക്കുകയാണ് നിലവിൽ മാർട്ടിനസ്. സ്പാനിഷ് താരം നിക്കോ വില്യംസിന് റാഞ്ചാൻ FC ബാഴ്സലോണ താരത്തിന്റെ ഏജന്റുമായി ചർച്ച നടത്തി. ഫ്രഞ്ച് താരം പോൾ പോഗ്ബ വീണ്ടും ഫ്രഞ്ച് ലീഗിലേക്ക്. മൊണോക്കോയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ ദക്ഷിണാഫ്രിക്കയ്ക്ക് 31.05 കോടി രൂപ സമ്മാനത്തുകയായി ലഭിക്കും. റണ്ണറപ്പായ ഓസീസിന് 18.63 കോടി രൂപയാണ് ലഭിക്കുക. മൂന്നാമത് ഫിനിഷ് ചെയ്ത ഇന്ത്യക്ക് ലഭിക്കുക 12.42 കോടി രൂപ. സൗദി ക്ലബ്ബ് അൽ നസർ വിടാനൊരുങ്ങി സ്റ്റെഫാനോ പിയോളി. ഇറ്റാലിയൻ ക്ലബ്ബ് ഫിയോറന്റീനയിലേക്കില്ലെന്ന് റിപ്പോർട്ടുകൾ. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർത്തിയാവുകയാണ്.